നമസ്കാരം. AI അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് കേൾക്കുമ്പോൾ അത് വെറും IT കമ്പനിക്കാർക്കും റോക്കറ്റ് വിടുന്നവർക്കും മാത്രമുള്ളതാണെന്നും പറഞ്ഞ് നമ്മൾ മാറി നിൽക്കുന്നു. കാലം മാറി. ഇപ്പോൾ AI ആണ് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത്. പണ്ട് നമ്മുടെ വീടുകളിലൊക്കെ ഗ്യാസ് വരുന്നതിന് മുൻപ് എങ്ങനെയായിരുന്നു പാചകം ചെയ്തിരുന്നത്? ഗ്യാസ് വന്നപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു അതൊക്കെ പണക്കാർക്ക് വേണ്ടി, പണമുള്ളവരുടെ വീടുകളിൽ വെക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. പിന്നെ പതുക്കെ നമ്മളും അതൊന്ന് പരീക്ഷിക്കാൻ തുടങ്ങി. ഇന്ന് ഗ്യാസ് ഒന്ന് പണി മുടക്കിയാൽ തീരും നമ്മുടെ കഞ്ഞിക്കുടി. ഗ്യാസ് ആദ്യം കുറ്റികളിൽ കിട്ടി. ഇപ്പോൾ പൈപ്പിലൂടെ, അതായത് ഈ വെള്ളം വരുന്നതിലൂടെ അടുക്കളയിൽ വരാൻ തുടങ്ങി. കാലം മാറിയില്ലേ? അതുപോലെ ഫോൺ, അതാദ്യം വന്നത് ലാൻഡ് ഫോണാണ്. അന്ന് നമ്മൾ പറഞ്ഞു പണക്കാർക്ക് വേണ്ടി, പണക്കാരുടെ വീടുകളിലേക്കാണ്, അവർക്ക് മാത്രമേ പറ്റൂ. ഇപ്പോൾ ഫോണില്ലാതെ ഒരു നിമിഷം നമുക്ക് ജീവിക്കാൻ പറ്റൂ. യാചകന്റെ വരെ കയ്യിൽ ഗൂഗിൾ പേയുള്ള ആൻഡ്രോയിഡിന്റെയും ആപ്പിളിന്റെയും ഫോണാണുള്ളത്. കാലം മാറിയില്ലേ? നമ്മുടെ സ്വന്തം ജീവിതം എളുപ്പമാക്കാൻ കിട്ടുന്ന സൗജന്യ പണിക്കാരനെ നമ്മൾ വെറുതെ കളയണം. ലക്ഷങ്ങൾ സമ്പാദിക്കാനൊന്നും പറ്റിയില്ലെങ്കിലും യാതൊരു കോഡിങ്ങും ഡിജിറ്റൽ മാർക്കറ്റിങ്ങും ഒന്നും അറിയാത്ത നമുക്ക് ദൈനംദിന ജീവിതത്തിൽ ഈ AI വെച്ച് ചെയ്യാൻ പറ്റുന്ന പല കുരുട്ടു ബുദ്ധികളുമുണ്ട്. രാത്രി ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞു വന്ന് ഫ്രിഡ്ജ് തുറക്കുമ്പോൾ അതിലാകെ വാടിയ ഒരു തക്കാളിയും ഉണങ്ങിയ ഉള്ളിയും കുറച്ച് തേങ്ങയും മാത്രമാണ് ഉള്ളതെന്ന് കരുതുക. എന്ത് വെക്കുമെന്നോർത്ത് സ്ത്രീകളൊന്നും തല പോയിക്കണ്ട. ആ ഫ്രിഡ്ജിന്റെ ഉള്ളൊന്ന് ഫോട്ടോ എടുത്ത് AIക്ക് കൊടുത്തിട്ട് ഇത് വെച്ച് എനിക്ക് എന്ത് ഫുഡ് ഉണ്ടാക്കാൻ പറ്റും എന്ന് മലയാളത്തിലോ ഇംഗ്ലീഷിലോ മംഗ്ലീഷിലോ എങ്ങനെ വേണേലും ചോദിച്ചാൽ മതി. നിങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് ആ ഉള്ള സാധനങ്ങൾ വെച്ച് 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കിടിലൻ റെസിപ്പി പറഞ്ഞു തരും. ഓഫീസിൽ കലിപ്പനായ ബോസിന് ഒരു അവധി അപേക്ഷ കൊടുക്കണം, അല്ലെങ്കിൽ കസ്റ്റമർ കെയറിലേക്ക് ഒരു ഗ്രാമർ തെറ്റാതെ ഒരു കിടിലൻ ഇംഗ്ലീഷ് മെസ്സേജ് അയക്കണം, അല്ലെങ്കിൽ ബാങ്ക് മാനേജർക്ക് അല്ലെങ്കിൽ ബാങ്കിലെ ഉദ്യോഗസ്ഥയ്ക്ക് നമ്മുടെ അക്കൗണ്ടിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ സ്റ്റേറ്റ്മെന്റ് വേണം, അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ നടത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മെയിൽ അയക്കണം. ധൈര്യമായിട്ട് നിങ്ങൾക്കറിയാവുന്ന മംഗ്ലീഷിൽ അല്ലെങ്കിൽ മലയാളത്തിൽ AIയോട് കാര്യം പറയുക, അല്ലെങ്കിൽ മലയാളത്തിൽ തന്നെ പറഞ്ഞിട്ട് ഇംഗ്ലീഷിൽ വേണമെന്ന് ആവശ്യപ്പെട്ടാൽ സാക്ഷാൽ ശശി തരൂർ പോലും തോറ്റുപോകുന്ന ഒന്നാം തരം ഇംഗ്ലീഷിൽ യാതൊരു തെറ്റുമില്ലാതെ സെക്കൻഡുകൾ കൊണ്ട് സാധനം റെഡിയാക്കി തരും. സകലരുടെയും മുന്നിൽ നമ്മുടെ സകല മാനവും രക്ഷപ്പെടും. ആശുപത്രിയിൽ പോയി വലിയൊരു മെഡിക്കൽ റിപ്പോർട്ടും ഒക്കെ കിട്ടി. അത് വായിച്ചാൽ മനസ്സിലാവാത്ത ലാറ്റിൻ പേരുകളും ഇംഗ്ലീഷും ഒക്കെ കണ്ട് എനിക്ക് വല്ല മാരക അസുഖമാണോ എന്ന് പേടിച്ചിരിക്കുന്ന ആളുകളിൽ പലരും ഉണ്ട് നമുക്കിടയിൽ. ആ റിപ്പോർട്ടൊന്ന് ഫോട്ടോ എടുത്ത് AIക്ക് കൊടുത്തിട്ട് ഇതൊരു 10 വയസ്സുകാരന് മനസ്സിലാകുന്ന രീതിയിൽ വളരെ സിമ്പിളായി മലയാളത്തിൽ പറഞ്ഞതാ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ സംഗതി വെറും ഗ്യാസ് ആണോ അതോ വേറെ വല്ലതുമാണോ എന്ന് കൃത്യമായി സെക്കൻഡുകൾക്കുള്ളിൽ വിവരിച്ചു തരും. കുട്ടികൾ സ്കൂളിൽ നിന്നും വന്ന് സയൻസിലെ എന്തെങ്കിലും വലിയ തിയറി ചോദിച്ചാൽ അച്ഛനിപ്പോൾ ബിസിയാണ് മോനെ, അല്ലെങ്കിൽ ബിസിയാണ് മോളെ എന്നൊക്കെ പറഞ്ഞ് മുങ്ങുന്ന അച്ഛന്മാരുണ്ട്. അവർക്ക് ഇതൊരു അനുഗ്രഹമാണ്. AIയോട് ചോദിച്ചാൽ കുട്ടികൾക്ക് മനസ്സിലാകുന്ന പോലെയുള്ള കൊച്ചു കൊച്ചു ഉദാഹരണങ്ങൾ സഹിതം അത് പറഞ്ഞു തരും. കുട്ടികളുടെ മുന്നിൽ അങ്ങനെയും ഹീറോയാകാം. ചുരുക്കി പറഞ്ഞാൽ കുട്ടികളുടെ ഹോംവർക്ക് മുതൽ ഭാര്യയുടെ പിണക്കം മാറ്റാൻ വരെ അയക്കേണ്ട ഷോപ്പിംഗ് മെസ്സേജ് വരെ ഇപ്പോ AI എഴുതിത്തരും. അപ്പോൾ ഹാപ്പി ആയില്ലേ? ആയില്ലെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് പറഞ്ഞാൽ മതി. ഇത് ഇംഗ്ലീഷിൽ മാത്രമല്ല, മലയാളത്തിലും തരും. നമുക്ക് മലയാളത്തിൽ നമ്മുടെ ഭാര്യയ്ക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒരു മെസ്സേജ് അയക്കണം. ഭാര്യ പിണങ്ങിയിരിക്കുക, അങ്ങനെ ഭാര്യയെ സോപ്പിട്ട് അയക്കാൻ പറ്റിയ ഒരു മെസ്സേജ് തരാൻ പറഞ്ഞാൽ നല്ല പച്ച മലയാളത്തിൽ AI ഉണ്ടാക്കി തരും.
അപ്പോൾ ഇത് നിങ്ങളൊന്ന് പരീക്ഷിച്ചിട്ട് പറയണം നല്ലതാണോ മോശമാണോ എന്ന്.